നമ്മൾ കൂടുതൽ ആളുകളും വാട്സപ്പ് യൂസ് ചെയ്യുന്നത് പോലെ സിനിമയെല്ലാം ഡൗൺലോഡ് ചെയ്യാനും ചാറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ബിസിനസ് ആവശ്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ആപ്പായിരുന്നു ടെലഗ്രാം. എന്നാൽ ഈ ടെലഗ്രാം ഇന്ത്യയിൽ നിന്നും നിരോധിക്കാൻ പോകുന്നു. ഈ ആപ്പ് ബാൻ ചെയ്യാൻ കാരണം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് ആപ്പ് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. തട്ടിപ്പ്, ചൂതാട്ടം, ക്രിമിനൽ പ്രവർത്തനങ്ങൾ ടെലഗ്രാം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും ആപ്പ് നിരോധിക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ടെലഗ്രാം ആപ്പിന്റെ സ്ഥാപകനായ പാവൽ ദുരേവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കള്ളപ്പണം, ലഹരിക്കടത്ത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നിങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ആപ്പ് തടയുന്നില്ല എന്നീ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ടെലഗ്രാമിന്റെ സിഇഒ പാവൽ ദുരേവിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 24 പാരീസിൽ വെച്ചാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കോടിക്കണക്കിന് തട്ടിപ്പുകൾ ആപ്പ് വഴി നടക്കുന്നു. ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഫേക്ക് ന്യൂസുകളും ജനങ്ങളുടെ ഡാറ്റകളും മറ്റും അപഹരിക്കുന്ന ബോട്ട് സംവിധാനങ്ങളും ആപ്പിൽ അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഇന്ത്യക്ക് ഈ കാര്യത്തിൽ അന്വേഷണത്തിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ടെലഗ്രാം ഇന്ത്യയിൽ പ്രതിനിധികളോ ഓഫീസുകളോ ഇല്ലാത്തതുകൊണ്ട് യൂസർ ഡാറ്റ അടക്കമുള്ള വിവരങ്ങൾ എടുക്കാൻ തടസ്സമാകും. എന്നാൽ ആപ്പ് നിരോധിക്കാൻ ഇന്ത്യയിൽ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പുതിയ ടെക്നോളജിക്കൽ വീഡിയോ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.